സ്വാഗതം. അപ്പം ഇന്ന് കുറേ ദിവസമായി തലയിൽ മൈലാഞ്ചി ഇട്ടിട്ടില്ല, ഇവിടെ എല്ലാം പിന്നെ നരച്ചിരിക്കുന്നുണ്ട്. അപ്പം മൈലാഞ്ചി ഇടണം. കുറേ ദിവസം ആദ്യം ഒന്ന് ഇട്ട് അത് ശരിക്കും കളറായില്ല. അപ്പോൾ ഒന്നും കൂടെ 2 പ്രാവശ്യം ഇട്ടാലേ ശരിക്കും കളറായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ വരത്തുള്ളൂ. അപ്പം ഞാൻ ഭൃംഗരാജിൻ്റെ നാച്ചുറൽ ഹെന്നയാണ്. പിന്നെ മൈലാഞ്ചി ഇടാൻ പോകും. മിക്സ് ചെയ്ത് നല്ലോണം കുറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് മതിയാവോ? കിട്ടിയിരുന്നു. ഇത് കുറച്ച് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം. ചെറുനാരങ്ങ ഉണ്ടോന്നോ ഇതിട്ട് രണ്ട് മൂന്ന് തുള്ളി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. മതി. 2-3 തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി എല്ലാം വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് മിക്സ് ചെയ്യും. കുറേ ദിവസമായിട്ട് കാലിന് ഭയങ്കര വേദന ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാല് ഭയങ്കര വേദന, മുട്ടിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ആക്സിഡൻ്റ് ആയ കാലിൻ്റെ ഒരു സൈഡ് ഭയങ്കര പെയിനായിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാണ് അധികം വീഡിയോ ആയിട്ടൊന്നും ഞാൻ വരാത്തത്. അങ്ങനെ വേദന കൂടി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഡോക്ടറെ അടുത്തിരുന്ന് എക്സ്റേ എടുത്തപ്പം കാലിന് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എന്താ പറയുന്നത്, എല്ല് തേയ്മാനം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിരിക്കുക. ഞാൻ കാലും കൊണ്ട് അധികം എനിക്കിങ്ങനെ നടക്കാൻ പറ്റത്തില്ല. ഇരുന്നുകൊണ്ട് എക്സസൈസൊക്കെ ചെയ്ത് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും തലയിൽ ഇത്തിരി മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവുക. കുറേ ഇതൊക്കെ മടി പിടിച്ച് ഇരുന്ന് അപ്പം എടുത്തങ്ങ് കഴിയുമ്പോൾ അങ്ങ് ചെയ്യും. മടിയാന്ന് പറഞ്ഞിരുന്നാൽ നടക്കൂല. അങ്ങ് വിചാരിച്ച് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇതെല്ലാം എന്ത് ചെയ്യും, നടക്കണ കാര്യം. രാവിലത്തെ ചോറും കറികളൊക്കെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറകിലോട്ട് വന്നതിപ്പോൾ. ഭൃംഗരാജ് നാച്ചുറൽ ഹെന്ന കറിയും ചോറൊക്കെ വാങ്ങിച്ച് ഇന്നത്തെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഇന്ന് സ്പെഷ്യൽ. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ചിക്കനാണ് വാങ്ങിയത്. ഞങ്ങൾ ചിക്കനേ വാങ്ങുള്ളൂ, വേറെ ഒന്നും വാങ്ങാറില്ല. നാടൻ കോഴി. പിന്നെ ഇത് സാമ്പാർ, ദോശ രാവിലെ. ഇതെന്താ മൂടിയൊക്കെ ഞങ്ങൾക്ക്. ഇത് നല്ല നാട്ട് വേപ്പിലാണ്. കണ്ട, ബ്രഷ് ഉപയോഗിക്കില്ല. ഞാൻ കൈ വെച്ചിട്ട് തേക്കല്. മിക്സ് ചെയ്ത് നല്ലോണം ഇതിങ്ങനെ കുറുക്കി എടുക്കണം. അധികമായില്ല. വെള്ളം കൂടുതലുണ്ടോ? കണ്ട ഇല്ലല്ലോ. ഇല്ല, ഇട്ടോ കറക്റ്റാ. ചീപ്പ് വേണ്ടേ? പിന്നെ എങ്ങനെയുണ്ട്? കണ്ണാടി വെച്ചിട്ടൊരു ഐഡിയ കിട്ടുന്നല്ലോ. അതൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഫാൻ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തൊന്നും അത്ര നല്ലത്. ഇങ്ങനെ സൈഡ് ഇങ്ങനെ ആക്കി. ഇതിട്ട് കഴിഞ്ഞിട്ടല്ലേ നീല ഭൃംഗാതി ഇടണം.
ചിലരിടും, ഞാനിടലൊന്നും. അത് അപ്പോഴല്ലേ ശരിക്കും കറക്കണം ഉള്ളല്ല. നീലമരിയോ? ആ നീലമരി അല്ലേ? ആ അതിടല്ലേ. സൈഡ് വേണ്ടേ? ഇതിങ്ങനെ വകഞ്ഞ് അതിനാ ചീപ്പ് വേണമെന്നോ? ചീപ്പൊന്നും വേണ്ട, പിന്നെ ഇത് മാത്രം മതി. ചീപ്പ് ശരിക്കും ചീപ്പിലാണ് ചെയ്യണത്. ചീപ്പൊക്കെ ഇട്ടിട്ടാണ് കറിഞ്ഞൂടെ ശരിക്കും. വകഞ്ഞതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തെടുത്ത് ഞാൻ ഇങ്ങനെ തേച്ചിട്ട് ലാസ്റ്റ് മൊത്തം എന്ത് ചെയ്യും, ഒരു തേപ്പ് വെക്കും. ദേവരാഗൻ ചാനൽ ഇന്നങ്ങനെ അതിൻ്റെ കണ്ടപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ തേച്ചേ. ആ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമല്ലേ ഇതൊക്കെ, ഈ ടൈമിനൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ സെറ്റാവും. എന്നിട്ട് നേരെ കുളിച്ച് നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ. അങ്ങനെ പറയണ ഒറ്റ ദിവസം എന്ത് ചെയ്തില്ല, പോക്ക് കിടക്കൂല. ഇന്ന് അമ്പലത്തിൽ പോയേ മതിയാവും. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഭഗവാനെ കണ്ടില്ലെങ്കിലേ എനിക്ക് സമാധാനം കിട്ടില്ല. നമ്മ പോകാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ്. നമ്മൾ പോയി അവിടെ ശാന്തി എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴല്ല എന്താ ഫ്രീ മൈൻഡ്. കേരളത്തിൽ നടക്കുന്ന കണ്ടില്ലേ അക്രമവും അനാശാസ്യപ്രദം മയക്കുമരുന്ന് വേണ്ട എന്തെല്ലാമാണ്, കൊലപാതകം, കുട്ടിനെയൊക്കെ എന്താ 4.5 വയസ്സുള്ള കൊച്ചിനെയൊക്കെ കണ്ടാക്കുന്നു. എന്താ എന്തൊരു മനുഷ്യനെ, കാമപ്രാന്തും മദ്യം മയക്കുമരുന്നിൻ്റെയൊക്കെ ലഹരിയാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ഞാൻ കൈ കൊണ്ട് തേച്ചപ്പോ എല്ലായിടത്തും കറക്റ്റ് ആയില്ലേ. കേരളത്തിൽ കൊറോണ ആണെന്ന് ശരിയാണെന്നറിയില്ല. ആണോ ചേക്ക് കൊറോണ? എനിക്കറിയത്തില്ല അവിടെ എന്തുണ്ടായാലും എനിക്കെന്ത്. പണത്തിന് അല്ലേ, പണത്തിന് വേണ്ടി മനുഷ്യൻ സ്വന്തം ചോരനെ വരെയും കൊല്ലണേ. എന്ത് മനുഷ്യരെന്നാലേ. കൂടുതലാണ് ഇല്ല ഇട്ടോ, ആ ഇതിന്റെ കൃതാവിന്റെ അവിടെയൊക്കെ ഒരു സൈഡ്. നെറ്റിയിലായിട്ടുണ്ട്. അപ്പൊ ഇതാ ചുമന്ന് വരും. ഒഴുകണ് ഫാനാണ് ഇട്ടിട്ട്. നല്ലതുപോലെ ഇടൂ. ഫ്രണ്ടിലൊന്നും കൂടി ഇത് ഈ ഭാഗത്ത്. അപ്പൊ ഇത് ഓപ്പൺ ആയിരുന്നു? ഇല്ല ഇല്ല ഇല്ല. അതല്ല പറഞ്ഞ വായെടുത്ത മണ്ടത്തിലല്ലാണ്ട് വരില്ല. ഇത് ഇച്ചിരി താഴ്ത്തിയിട്. ഇട് അതിങ്ങനെ തേച്ച് ലാസ്റ്റ് മൊത്തം ഞാൻ പൊത്തും. ഇപ്പൊ എങ്ങനെയുണ്ട്? ചീപ്പ് വേണം, നല്ല കണ്ടീഷനായിട്ട്. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങണ്ടേ? അതറങ്ങും. എന്തെല്ലാം പരിപാടികൾ ഇറങ്ങിക്കോളൂ. ഞാൻ ഇതുവരെ ഇങ്ങനെ തേക്കാറ്, ചീപ്പ് എടുക്കാറില്ല ഞാൻ. ആമ്പിള്ളേരൊക്കെ ഇതിടൂ. അത്രയും നിർഗന്ധലയിൽ എന്തിനാ ചക്കു? അതിന്റെ ഇടയിലൊക്കെ കറുത്ത മുടി, ഫ്രണ്ടില് കറുത്ത മുടിയല്ല വെള്ളമുടി ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂ. ഇതറങ്ങും, ഇതങ്ങോട്ട് ഇറങ്ങും. ഇതിന്റെ നീര് ഇതിപ്പോ ഇങ്ങനെ പുറത്ത് വെച്ചാലും തലയിലോട്ട് എന്ത് ചെയ്യും, അത് ഇറങ്ങിയിട്ട് ചുമക്കും. അയ്യോ. അപ്പൊ എന്താണ് കേരളത്തിൽ എന്താ വിശേഷമെന്ന് നമുക്ക് അറിയാൻ ചില കാര്യങ്ങൾ അറിയിപ്പ. ഈ ഇന്നത്തെ ന്യൂസിൽ എന്താ പറഞ്ഞ ദിയ കൃഷ്ണയുടെ അല്ലേ, അത് കണ്ട് എല്ലാം തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലും. പിന്നെ കൊറോണയാണ് അല്ലേ, എന്തെല്ലാമാണ് നടക്കുന്നത്. കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം നല്ലതാണ്. പക്ഷെ മനുഷ്യൻ നശിപ്പിച്ച് കളഞ്ഞു. പണ്ടത്തെ ആ ഒരു കേരളം 85 കാലഘട്ടത്തിലൊക്കെ ആ കേരളമൊക്കെ എന്താ പറഞ്ഞു. ഇനി കണ്ണ എനിക്ക് ബാക്കിലിട്ടോ ബാക്കിയുള്ളത് മുടി തേച്ചോ തേക്കണ കൊണ്ട് തിരിഞ്ഞിരി. അതിങ്ങനെ മൊബൈലും വെച്ചിട്ട് തേക്കോ, അത് കട്ടാക്കിയിട്ട് നിർത്തും. ഞാനിപ്പോൾ എല്ലാം തലയിൽ മൊത്തം എന്ത് ചെയ്ത്
കൈ വെച്ചിട്ട് തേക്കാം. ബ്രഷ് ഇട്ട് ഇങ്ങനെ എനിക്കങ്ങനെ ഒരു പാത്രം പിടിച്ചും ബ്രഷ് ഇട്ട് ഇങ്ങനെ മുക്കി തേക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് തേച്ചത്. ഇപ്പം എല്ലാം തേച്ച് നെറ്റിയുടെ ഭാഗം തുടച്ചു നല്ലോണം 4 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, മേൽഭാഗം കഴുകിക്കള. അതായത് മൈലാഞ്ചി ഇടുമ്പോൾ എപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണമയം അല്ലെങ്കിൽ ഒട്ടും പാടില്ല. ഇത് അല്ല എണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലേ ഇത് നല്ലോണം പിടിക്കത്തുള്ളൂ. എന്നിട്ട് മൈലാഞ്ചി ഇട്ടിട്ട് നല്ലോണം എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി കളഞ്ഞിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഷാമ്പൂ ഇട്ട് ഇച്ചിരി ഷാമ്പൂ ഇട്ടിട്ട് എന്ത് ചെയ്യുക, കഴുകി കളയുക. എന്ന് വെച്ചാൽ ഇതിനൊരു കറയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഇടരുത്, കുറച്ച് മാത്രം. നല്ലോണം എന്ത് ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. അപ്പം അത്രേ ഉള്ളു കാര്യം. ഫേഷ്യലൊന്നും വേണ്ട. ഞാൻ ചെയ്ത് രാവിലത്തെ ദോശമാവ് എടുത്തിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അതിങ്ങനെ അന്നേരം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നോണ്ട് അന്നേരം തേച്ച്. പിരികൊക്കെ തെഡ് ചെയ്തിട്ട് കുറേ കാലമായി, 1 വർഷം കണ്ടായി കേരളത്തിൽ നിന്ന് പോകുന്ന ഞാൻ പിരികം ത്രെഡ് ചെയ്ത പിന്നെ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുളിക്കും. 2-3 മണിക്കൂർ വേണമെങ്കിൽ നല്ലോണം ഉണങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ, കഴുകിക്കളയാൻ. പ്രേക്ഷകരോട് എന്താ പറയുന്നത്? എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നത്. സൺഡേ ഞങ്ങൾ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വെറുതെ ഇവിടെ ഇരുന്നപ്പോൾ തേച്ചതാണ്. എന്നാലും കേരളത്തിലുള്ള പാവപ്പെട്ട ആളുകളും കുഞ്ഞുങ്ങളും കുട്ടികളും അവർക്കൊക്കെ അതൊക്കെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പറഞ്ഞ കേരളം നന്നാവോ? കേരളവും പാവപ്പെട്ടവും കുട്ടികളും എന്തെങ്കിലും നമ്മ അതിലേക്കൂടെ എന്തെങ്കിലും നമ്മുടെ ആവശ്യം വന്നപ്പോൾ നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രം അതെല്ലാം സഹിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആരോടും അത്ര വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. പിന്നെ കൊച്ചു പിള്ളേരോടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്കത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നടക്കും, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും. സംഭവാമി യുഗേ യുഗേ. അതന്നെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. അപ്പോൾ ദേവലോകം ചാനൽ എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻ്റ് ഇടുക. പച്ചവള് ചുമപ്പോളെ പച്ചയാണ്. അപ്പം എല്ലാവർക്കും അത് തന്നെയാണ്. ഇനി എത്ര പ്രാവശ്യം 2-3 പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു മതി.